ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി സൺഡേ. അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആണ്. അന്നേരം ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടെ ഗുഡ് ഗേൾസ് ആവാൻ വേണ്ടി തീരുമാനിച്ചൊരു ദിവസം. ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ പെറ്റ് ക്ലീനിങ് ആണ്. ബെഡെല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാം. ഒരു ഡിസിപ്ലിൻ എപ്പോഴും തുടങ്ങുന്നത് നമ്മൾ കിടക്കുന്ന എണീച്ച് ആ ബെഡ് ഒന്ന് ക്ലീനാക്കി ഇടുമ്പോഴാണ്. ഞാൻ ഒരുപാടെടുത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രാവർത്തികമാക്കാൻ നമ്മളിൽ എത്ര പേർക്കാവുന്നു ഒന്നും പറ്റുന്നില്ല. അതാണ് ആ ഒരു ഡിസിപ്ലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഞങ്ങളുടെ ലൈഫിലും അങ്ങനെയൊന്നുമില്ല. അപ്പം എങ്കിലും ചില ദിവസത്തിൽ എന്താ പറയുക, നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതേ കണക്ക് നമ്മുടെ ആ കിച്ചണിൻ്റെ ഒരു ബ്യൂട്ടി നമ്മളിങ്ങനെ ഒന്ന് ആസ്വദിക്കുക. ജനലൊക്കെ തുറന്നിട്ട് കഴിയുമ്പം ആ സൂര്യപ്രകാശങ്ങളൊക്കെ ഇങ്ങനെ വരിക, അതിങ്ങനെ കാണാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുപ്പൂസാണ് കേട്ടോ. അത് ഞങ്ങൾ ഇന്നലെ ലുലു ഹൈപ്പറിൽ പോയപ്പം മേടിച്ചാണ്. ഞാൻ ഇതുവരെ കുബൂസൊന്നും കഴിച്ചിട്ടില്ല. ഗൾഫിലുള്ള ആൾക്കാർ ഇങ്ങനെ അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ സ്റ്റോറി കേട്ടിട്ടുള്ളതല്ലാതെ ഒന്നും തന്നെ അങ്ങനെ എനിക്കറിയത്തതുമില്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് കഴിച്ചപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഒന്നും തോന്നില്ല. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ വേറൊരു വേർഷൻ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. ഓൾറെഡി കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെട്ടം കേട്ടോ. ഏതാണ്ട് 9 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീച്ചപ്പം. അപ്പോൾ ബ്യൂട്ടിഫുൾ മോർണിംഗ്. അതായത് ആ ഒരു ആകാശം കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ക്യാമറയിൽ കാണുന്ന കണക്ക് തന്നെയായിരുന്നു നേരിട്ട് കാണാനും. അന്നേരം ഞാൻ ജസ്റ്റ് ആ ഒരു വീടിൻ്റെ വീഡിയോസും പിന്നെ എസ്പെഷ്യലി ആ സ്കൈയും ഇത് ഗേറ്റ് തുറന്ന് ഞാൻ ഫസ്റ്റ് നമുക്ക് അവിടെ ഒരു പോസ്റ്റിൽ ലൈറ്റുണ്ട്, ആ ലൈറ്റ് ഓഫ് ചെയ്യണം. അതിന് വേണ്ടി അത്യാവശ്യം ഭയങ്കര വെയിൽ കേട്ടോ. നട്ടുച്ച പോലെ അങ്ങ് തിളച്ച് മറിയുവാണ്. ശരിക്കും കേരളം മുഴുവൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ചൂടുകാലം ആയാലും അതിന് മുമ്പേ ഭയങ്കര വെയിൽ, എസ്പെഷ്യലി ഉച്ചത്തെ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മളെയൊന്നും പിന്നെ ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയാണ്. അന്നേരം ഇന്ന് നല്ലൊരു മൂഡായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വീഡിയോ എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഇനി നമ്മുടെ ഫേവറേറ്റ് പ്ലേസ്. അന്നേരം ഇനി പല്ലേക്ക, ഇനി ഒന്ന് ഫ്രഷ് ആവാം. അപ്പം മോർണിംഗ് എന്താണെന്ന് അറിയട്ടെ, ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായതുകൊണ്ട് തംസപ്പൊക്കെ കൊടുത്തിട്ട് തന്നെ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ദിവസം. അപ്പോൾ പല്ലൊക്കെ എൻ്റെ പല്ലേപ്പ് ആയപ്പം സാധനം നേരത്തെ പല്ല് കഴിച്ചു. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വിചാരിച്ചു. അവളുടെ ഒരു സ്കൂൾ ടൈം ടേബിളാണ് കേട്ടോ. അവൾക്ക് 8 മണിക്കല്ലേ പോകാൻ നേരം കഴിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ അവൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ട്. അപ്പം 9 മണി ആയി. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ചെടിയൊക്കെ നോക്കി അപ്പം എല്ലാം തകിട്ട് പിടി കുളമായിരിക്കുകയാണ്. അന്നേരം പിന്നെ ചെടികളെല്ലാം ഇനി വെള്ളം നനച്ചിട്ട് ബാക്കി കാര്യം. ശരിക്കും ഇവിടെ നമ്മൾ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ വെക്കുമ്പം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്ത് പറയുന്ന ചെടികളിൽ നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ ഇത് ചെയ്യും. ഇവിടെ അത്യാവശ്യം ഭയങ്കര കാറ്റ് കേട്ടോ. എൻ്റെ പാവാടയൊക്കെ കിടന്ന് പറക്കുകയാണ്. അപ്പം ഈ ഒരു ഡ്രൈനെസ്സാണ് ഈ ഒരു കാറ്റിന്. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര വരണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ട് വെച്ചേക്കുന്ന ചെടികളാണെങ്കിലും ഒക്കെ 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അങ്ങ് വരണ്ട് കുളമായിരിക്കുന്നതാണ്. അന്നേരം ഞാൻ ഇതുങ്ങൾക്കൊക്കെ സാധാരണ ആഴ്ചയിലൊരു 3 തവണ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പം ഭയങ്കര വെയിലും കൊള്ളുന്നുണ്ട്. ഈ കാറ്റെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഈ വെള്ളമൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള കാറ്റ്. നമുക്ക് തന്നെ അത് കൊണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഏറ്റവും കൂടുതൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമുക്ക് ഇടേണ്ട ഒരു ടൈം എന്ന് വിചാരിച്ചാൽ ഈ നവംബർ ഡിസംബർ അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സീസണാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ചെടികൾക്ക് വെള്ളം കുടിച്ചാൽ മാത്രം പോരല്ലോ, നമ്മളും വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുന്ന കൂട്ടത്തിലാണ്. അതെന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ ത്രോട്ട് ഓൾറെഡി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കതൊരു മസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ സ്കിൻ കെയർ എന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഞാനിപ്പം നന്നായിട്ട് മുഖം സോപ്പിട്ട് കഴുകുക. സോപ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡവ്, ഒരുപാട് മൈൽഡ് ഹാർഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യാതിരിക്കുക. മൈൽഡായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഒരു ഓയിൽ മസാജാണ് കേട്ടോ. ഇത് നമ്മുടെ നാച്ചുറൽ പ്യുവർ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ഉരുക്കെണ്ണ കിട്ടും. ആ എണ്ണ വെച്ചിട്ട് ഒരു 1-2 ഡ്രോപ്പ്, ഒത്തിരി ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പം നമ്മുടെ സ്കിൻ ഭയങ്കര യങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ മസാജിങ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതൊരുപാട് സഹായിക്കും. ഇത് ഞാൻ യൂട്യൂബിനകത്ത് ഭയങ്കര നമ്മളെ സ്കിൻ ടെസ്റ്റ് ചെയ്യുമ്പം യങ്ങസ്റ്റ് സ്കിന്നായിട്ട് ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ്
ചെയ്ത ആൾക്കാർ ഇത് ഒരെണ്ണം, പിന്നെ വേറൊരാൾ ചെയ്തത് ഇങ്ങനെ നല്ല തണുത്ത ഐസ് വാട്ടറിൽ വെള്ളത്തിൽ ഡെയിലി മുഖം ഇങ്ങനെ മുക്കി വെക്കുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ആലിയ ഭട്ടൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യണേന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പിന്നെ വേറൊരാൾ എന്തൊക്കെയോ മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു ഡ്രിങ്ക് ഉണ്ട്, അത് വെറും വയറ്റിൽ കുടിക്കുന്നത്. പക്ഷെ അവരുടെയൊക്കെ സ്കിൻ ടെസ്റ്റ് ചെയ്യുമ്പം അത് ഭയങ്കര യങ്ങായിട്ട് കാണപ്പെടുന്നു. അപ്പം നമ്മുടെ ഒന്നും അങ്ങനെയൊന്നും ആയില്ലെങ്കിലും ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് വിചാരിച്ചാൽ ജനലുകൾ തുറന്നിടുക, വാതിൽ തുറന്നിടുക, നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉള്ളൊരു വീട്. അപ്പോൾ വീട് ചെറുതും ആയിക്കോട്ടെ വലുതും ആയിക്കോട്ടെ, എയർ സർക്കുലേഷനാണ് ഏറ്റവും മസ്റ്റായിട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ കിച്ചണിലൊക്കെ നോക്കുമ്പോൾ തന്നെ എന്ത് രസമാണ് അത് കാണാൻ വേണ്ടി. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു എനർജിയോട് കൂടി തന്നെ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ രാവിലെ ഞാൻ ബീഫ് ഞങ്ങൾ ഇന്നലെ ലുലു മാളിൽ പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനത്തെ മീറ്റ് ഐറ്റംസിനൊക്കെ ചിക്കന് വില കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ കണക്ക് മൊത്തത്തിൽ ആ പൂടയും ഒന്നും കാണത്തില്ല, ഫുൾ ക്ലീൻഡ് ആയിരിക്കുമല്ലോ അങ്ങനത്തെ. അപ്പോൾ kg റേറ്റ് അവിടെ വ്യത്യാസമാണ്. നമ്മുടെ ബീഫിനൊക്കെ നല്ല വില കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം ഇവിടെ സത്യം പറഞ്ഞാൽ മേടിച്ചത് ഫിഷ് കിട്ടാനില്ല ഇപ്പോൾ കുറേ നാളുകൊണ്ട്. ഇതൊക്കെയുണ്ട്, ബീഫൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾ, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ഇത്രയും കൂടി ഇട്ട് കുക്കറിൽ വേവിക്കുക. ഈ ഒരു കുക്കറിൽ ഏതാണ്ട് ഒരു 4, 5, 6 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. പക്ഷേ ഈ ഒരു ഇത് വേവിച്ചപ്പോൾ എനിക്കൊന്ന് 5, 4 ആയപ്പം തന്നെ അത്യാവശ്യം മീറ്റ് നന്നായിട്ട് വെന്ത്. അപ്പം മീറ്റ് ഫാസ്റ്റായിട്ട് വേവുകയാണെങ്കിൽ അത് ഭയങ്കര യങ്ങായിട്ടുള്ള കൗണ്ട് ബഫലോയുടെ മീറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഇവിടെയൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ എന്തൊരു വാക്ക് പറയുക അങ്ങനത്തെ ഒരു മീറ്റിന് വേണ്ടി. അപ്പോൾ അതൊക്കെ എന്ന് വിചാരിച്ചാൽ ജസ്റ്റ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത് 1, 2 വിസിലൊക്കെ മതിയാവും കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വിചാരിച്ചാൽ TV കണ്ടിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ടാബ് കണ്ടിട്ട് കഴിക്കാം. എനിക്കാണെങ്കിൽ അത് എന്താണെന്നറിയാം, ശീലമായിപ്പോയി. സാത്തിയുടെ കൗൺസിലർ എപ്പോഴും പറയും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ രുചികൾ ആസ്വദിച്ച് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കഴിക്കണമെന്ന്. ഇത് രണ്ടും എൻ്റെ കാര്യത്തിൽ നടക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, അമ്മ തീരെ ട്രൈ ചെയ്യുന്നില്ല, അതാണ് സത്യം. അപ്പം അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ചേട്ടൻ റെഡിയായി, അടുപ്പൊക്കെ ഓഫ് ചെയ്തു. ഇനി അടുത്തത് ഈ ആഴ്ചത്തെ എൻ്റെ ഒരു പ്രതിജ്ഞയാണ് ഫ്രൂട്ട്സിന് കൂടുതൽ കോൺസെൻട്രേഷൻ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇപ്പോൾ സ്നാക്സാണ്. അപ്പോൾ എൻ്റെ വണ്ണം കാണുമ്പോൾ അറിയാൻ പറ്റും, സ്നാക്സ്, ചോറ്, അതിൻ്റെ ഒരു വണ്ണം തന്നെയാണ്. അത് രണ്ടും നിർത്തുമ്പോൾ തന്നെ ഒരുപാട് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം അത് കഴിച്ചിട്ടാണ് വെച്ചത് എങ്കിൽ. സാത്തിക്കുഞ്ഞിനെ നോക്കിയപ്പോൾ ഇവിടെ സാത്തിക്കുഞ്ഞ് തലാണി എപ്പോഴും അവളുടെ പുറത്തോട്ട് വീഴുന്നു. അതാണ് അവളുടെ ഏറ്റവും വലിയ പരാതി. ആ തലാണി കാരണം അവൾക്ക് തീരെ അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ ആളെന്നോട് പരാതി പറയുന്നത്. അന്നേരം പിന്നെ തലാണിയൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇതെൻ്റെ ജേർണൽ ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഹാപ്പി ജേർണലിങ് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാനും, മറ്റേത് രണ്ടാമതിരിക്കുന്നത് ടു ഡു ലിസ്റ്റ്. ഇന്ന് ഒത്തിരിയും പണികളുണ്ട് ചെയ്ത് വെക്കാൻ. അപ്പം ഞാൻ ഇത് മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കുറിച്ചിടുന്നത്. അങ്ങനെ എവിടെ എഴുതി വെക്കുന്നൊരു സ്വഭാവം എനിക്ക് ഇടയ്ക്ക് വെച്ചില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ എഴുതുമ്പം ഒരു റിലാക്സേഷൻ ഫീലിംഗ് ആണ്. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ വന്നിട്ട് ആ ഒരു ദിവസത്തിന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് നോവൽസിലെല്ലാം പഠിച്ചിട്ടില്ലേ, നമ്മൾ വായിച്ചിട്ടില്ലേ ഒരു ദിവസം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ. ആരും എൻ്റെ അടുത്ത് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഹാപ്പി ജേർണിങ് നമ്മൾ ഇത് ചെയ്യാമെന്ന്. നമ്മൾ നെഗറ്റീവായിട്ട് എങ്ങനെ ചിന്തിക്കുന്നത്, ഇതില്ല എന്നല്ല, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്.
പോസിറ്റീവായിട്ട് നേരെ തിരിച്ച് എനിക്കിതുണ്ട്, എനിക്ക് നല്ലൊരു ഉടുപ്പ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് സർക്കിൾസ് ഉണ്ട്, പിന്നെ എന്നെ ഇന്ന് എത്ര പേര് വിളിച്ചു, ഞങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര നമുക്കറിയത്തില്ല, വെറുതെ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഓക്കെ ആയിട്ട് വരും. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ, അതിൻ്റെയൊക്കെ സ്റ്റോറീസ്. ഇത് ഇന്നത്തെ ലിസ്റ്റുകളാണ്, എല്ലാം ചെയ്ത് തീർക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് കടയിൽ പോകണം, അതിൻ്റെ ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ ഷോപ്പിംഗ് ആഡ് ചെയ്യുന്നതാണ്. എനിക്കുന്ന ആൾക്കാർക്ക് കണ്ട് ചിലപ്പോൾ മടുത്ത് കാണും, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തില്ല. അതിന് വേറെ സാധ്യത ഇനി പഠിപ്പിക്കുന്നത് കേട്ടോ, അതൊരു സത്യഹപ്പാട് എന്താ പറയുക, റെസ്റ്റ്ലെസ്സാണ് ആൾ. ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു സ്വഭാവം അവൾക്കില്ല. അവളെ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ച ഭയങ്കര ഒരു ടാസ്ക്കാണ്. അന്നേരം ഞാനും കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് പേപ്പർ ഇടുക, അവളെ എഴുതുക, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ വക കുറേ സ്റ്റോറീസ് പറയുക ഒക്കെ. അപ്പം ഇനി നമുക്ക് ഉള്ളിയരിയലാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മുടെ ബീഫ് കുക്കറി റെഡിയായി, ഇനി അടുത്ത ഉള്ളി അരിയുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏർപ്പാടാണ് കേട്ടോ, ശരിക്കും ആ ഒരു ഉള്ളി അരിയുന്ന സ്റ്റൈല്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേ കണക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അടുക്കളയിലെ ജോലിയാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് അത് ചെയ്യുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇപ്പം നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങളത് പോകുന്നു, ബാക്കിയുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ഓഫീസിൽ ഇരിക്കുന്നു, വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്. അതുപോലെ ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. അന്നേരം അങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് ഇമാജിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ആ ഒരു ചെയറിൽ കയറി ഇരിക്കുന്നു, നമ്മളിങ്ങനെ ജോലികൾ ചെയ്യുന്നു, നമ്മൾ ആ ഒഫീഷ്യൽ പവറിൻ്റെ ഒരു പവറുണ്ടല്ലോ നമുക്ക് ആ ഒരു ജോലി കിട്ടുമ്പോൾ, അതൊക്കെ ഒന്ന് നിങ്ങളിന്ന് ഇമാജിൻ ചെയ്യുക. അത് ചെയ്യാന്നേരമുള്ള ഗുണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ പഠിത്തത്തിനോട്ടുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇനി നേരെ വീഡിയോയിലേക്ക്. ഇത് എൻ്റെ മുളക് പൊടിയുടെ പാത്രം കാലിയായി കേട്ടോ. ഇനി അടുത്തത് ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇതാണ്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു വീഴ്ചയെന്ന് വിചാരിച്ചാൽ, നമ്മൾ വീണ്ടും പഴകിയ ആ ഒരു ടിന്നാണ് വീണ്ടും നമ്മൾ റീഫില്ല് ചെയ്ത് വെക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വൃത്തിയുടെ ഒരു ഇത് അനുസരിച്ച് അത് പറ്റുമോ? അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ട് കുറച്ച് ഇതേ കണക്ക് ജാറ് മേടിച്ച് വെച്ച് അത് ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കി വെച്ചേക്കാം. അന്നേരം ഇതേ കണക്ക് തീർന്നു പോകുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. അടുത്ത പരിപാടി, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ചോട്ടിൽ വെള്ളം വീഴരുത് കേട്ടോ, അത് ഇളകും. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് തുടച്ചെടുക്കുന്നതിന് പകരം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതേ പൊസിഷനിൽ തന്നെ ഇതാണ്ട് ഇങ്ങനെ ചെരിച്ച് വെക്കും. അന്നേരത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ കറി നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയായി. വേണമെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ, എസ്പെഷ്യലി കറിച്ചട്ടിയിൽ നമ്മൾ നല്ല ബീഫൊക്കെ ഇങ്ങനെ വറ്റിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കറി യൂസ് അതായത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കറിച്ചട്ടികളാണ്. നോൺ സ്റ്റിക്ക് പാൻ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫ്രൈ പാനും ഉണ്ട്, പിന്നെ ദോശ ചുടാനുള്ളതും ഉണ്ട്. അത് കഴിഞ്ഞ് ചാത്ത എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നെന്ന്. പിള്ളേർ പഠിക്കാൻ വേണ്ടി ഇരിക്കാന്നേരം അവർക്ക് അത്യാവശ്യം നന്നായി വിശക്കണം. പിന്നെ സാധ്യ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ. ഈ ഒരു സംഭവം ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. എന്നിട്ട് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബിൽ ഇതൊന്ന് നൈസായിട്ട് പൊളിച്ചെടുക്കുന്ന എങ്ങനെയൊക്കെയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇലയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കണക്ക് എനിക്ക് തോന്നി. പക്ഷേ ഇതിങ്ങനെ അരിഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കണ്ടപ്പം പണ്ടത്തെ ഹോം എലോണിൽ കുറേ പട്ടിക്കുട്ടികളില്ലേ, ഹോം എലോണിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായിരുന്നു വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പട്ടികൾ കാണിക്കുന്നത്. അതുപോലെ ഉണ്ട് കേട്ടോ, എന്ത് നല്ല രസമുണ്ട്.
എനിക്ക് തോന്നുന്നു ഈ ഡിസൈനിൽ നിന്ന് പല ഡ്രസ്സിൻ്റെയും ഡിസൈനുകൾ ഡിസ്കവർ ചെയ്തതെന്ന് എനിക്ക് തോന്നി. അപ്പം ഇതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ സാധ്യ ഉണ്ടല്ലോ, അവൾ കടിച്ചത് അവിടെ തിരിച്ച് വെക്കും കേട്ടോ. അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം മേടിച്ചത്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര അതിനകത്തോട്ട് ഇട്ട്, തീരെ ഹെൽത്തി അല്ലാത്ത സാധനമാണ്, നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് ഹണി ഉപയോഗിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അന്നേരം ആ ഒരു ബുദ്ധി എനിക്ക് ആദ്യമേ പോയില്ല. അന്നേരം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ആ പഞ്ചസാരയുടെ എഫക്റ്റ് ആണോ ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലായ്മയാണോ അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ ഗതികേടിൻ്റെ ഒരു ഇത് കാരണം ഞാൻ കുറച്ച് ഹണിയും കൂടെ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹണി യൂസ് ചെയ്തപ്പോൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സാത്തിയുടെ കഴുപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ജസ്റ്റ് ടാബിലെ പ്രോഗ്രാം കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കണേന്ന്. എനിക്ക് ഹണി യൂസ് ചെയ്തപ്പം അത്യാവശ്യം എനിക്ക് നന്നായിട്ട് പോയി കേട്ടോ. പക്ഷേ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വയറ്റിനാണെങ്കിൽ ഒരു സുഖമുണ്ട്, ഒരു അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഗ്യാസോ പിന്നെ അവിടെ ഇവിടുത്തെ ഒരു പിടുത്തോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിക്കുന്ന ദിവസം നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജി ലെവൽ കൂടുതൽ കണക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഞാൻ സ്നാക്സ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാവാം എനിക്കങ്ങനെ തോന്നിയത്. ഇത് സാത്തുക്കുട്ടി ബാക്കി വെച്ചതാണ് കേട്ടോ. പരസ്യം കാണിക്കുന്ന കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവളിത് മൊത്തം കഴിക്കില്ലെന്ന്. പക്ഷേ എനിക്കൊന്ന് ഇത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ. കാരണം ആ ഹണി ആയിട്ട് കഴിച്ചപ്പോൾ തന്നെ അതിന് പെട്ടെന്നൊരു വേറൊരു ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റ് കണക്ക് എനിക്ക് തോന്നി. അതുപോലെ ചിലവർ വാനില ഐസ്ക്രീം യൂസ് ചെയ്തത് കഴിക്കും. ഇത് എങ്ങനെ തിന്നായിരുന്നു നമ്മുടെ ക്യാൻസറിനൊക്കെ പിന്നെ മാറാൻ വേണ്ടിയിട്ടും നല്ലതാണ്. യൂട്യൂബിലെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഹൈലൈറ്റ് അതാണ് കേട്ടോ. എന്നിട്ട് സാത്തി പറഞ്ഞേക്കാം ഇനി മേലെ ഈ സാധനം മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്ത ഞാൻ ഗ്രീൻ ആപ്പിളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്യാൻ വേണ്ടി ഓടിപ്പോയിട്ടുണ്ട്. അപ്പം അവളും പറഞ്ഞത് നമ്മളിനി ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി, വെജിറ്റബിൾസ് അവളുടെ സ്കൂളിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം അവർക്ക് പഠിക്കാനുള്ളൊരു ലെസൺസ് തന്നെ എത്രത്തോളം, അതായത് ആഹാരത്തിൽ നമ്മൾ പോഷക ആഹാരം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും അങ്ങനത്തെ കാര്യങ്ങളും ഒരു ഡോക്ടർ വന്ന് ക്ലാസ്സിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അന്നേരം എന്താണെന്ന് വിചാരിച്ചാൽ അവർ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത് പ്രാക്ടിക്കലായിട്ട് വീട്ടിൽ ചെയ്യണം എന്നവർക്കൊരു ബോധം വരിക. അതാണല്ലോ ഈ ബോധവൽക്കരണം എന്നൊക്കെ പറയുന്നത്. അതേ കണക്കത്തെ ചാപ്റ്റേഴ്സാണ് അവൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരാപ്പിൾ ഞാനെടുത്ത് മാറ്റി കേട്ടോ. അവളുടെ കട്ടിങ്ങൊക്കെ കണ്ടപ്പം എനിക്ക് ശരിക്കും പേടിയായിട്ട് ഞാൻ കത്തിയൊക്കെ മാറ്റി വെച്ചു. അതുകൊണ്ട് ബാക്കി ആപ്പിളൊക്കെ അവൾ കഴിച്ചു. ഇനി അടുത്തെന്ന് വെച്ചാൽ എൻ്റെ ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ വീക്കെൻഡിൽ ക്ലീനിങ് ഒക്കെ നടത്തുക. അത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുക, കാരണം അത്യാവശ്യം എനർജി വേണം. ഞാൻ വേറൊരു എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. ഇവിടെയുള്ള തൂക്കൽ, തുടക്കൽ, വീട്ടിലെ ജോലികൾ അത് മാത്രം. പക്ഷെ അത് മാത്രം പോരെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത് അടുത്തൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസായി ഇതൊക്കെ കാണിച്ചിട്ട്. ഇത് നമ്മുടെ കേട് നല്ല കട്ട തൈരാണ്, അതിൻ്റെ കൂടെ നല്ല ബ്രൂ കോഫിയുടെ മണം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. എനിക്കൊന്നും ഒരുവിധപ്പെട്ട് എല്ലാവർക്കും കോഫിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം നമ്മുടെ 2 രൂപ 3 രൂപ പാക്കറ്റാണെന്ന് തോന്നുന്നു ഈ ബ്രൂഡ, അതും കൂടെ ഒഴിച്ചു. അതായത് ആ കോഫി പൗഡർ നന്നായിട്ട് വേണം. നമ്മുടെ കേട് ഇത്തിരി കുറവാണെങ്കിലും സാരമില്ല, നല്ല മണം കേട്ടോ. ആ കേടിൻ്റെ സ്മെല്ലേ ഇല്ല, നല്ല കോഫീൻ്റെ നല്ല മണം. അന്നേരം സാത്തി ഇങ്ങനെ പറയായിരുന്നു ഇതൊന്നും ഞാൻ കഴിക്കട്ടെ എന്ന്. ഇനി അടുത്ത ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ. പക്ഷെ ഞാനത് ഒരാഴ്ച ഒന്നും മടിച്ചൊന്നും ഇട്ടൊന്നും ഇല്ലെന്നേ, 1-2 ദിവസമൊക്കെ ഇട്ട് പിന്നെ ഇടത്തില്ല. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇനി ചോറ് തിളപ്പിച്ച് ഊറ്റുക. പിന്നെ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഞാൻ ഇവിടെ മിക്കവാറും ചോറ് വെക്കുന്നത്. അപ്പം ആ ഒരു പരിപാടിയെല്ലാം കൂടെ കഴിയുമ്പോൾ എൻ്റെ ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും തീർന്നു. ഇനി കുറച്ച് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡ്സിൽ ഒന്നുകിൽ അവളെയും കൊണ്ടുപോകും. ശരിക്കും അവളെയും കൊണ്ട് ഞാനൊരു മന്തിലൊരു മിഡ് സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ അവളെ കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ബഡ്ജറ്റിലോട്ട് അങ്ങോട്ട് ഓക്കെ ആവില്ല. അന്നേരം ഫസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ക്ലീനിങ് തുടങ്ങുന്നത് ബെഡ്റൂമിൽ നിന്നാണ്. 2 ബെഡ്റൂമിലുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് അത് ഫുൾ അടിച്ചു വാരി നിലമൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ സാധനങ്ങളൊക്കെ തിരിച്ച് പ്രോപ്പറായിട്ട് പൊടി തുടച്ച് എല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ ഇതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവൾക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊട്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കൂടെ നടത്തി കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. തിരിച്ച് വന്നപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല സ്നാക്കൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം കത്തി വെച്ചു.
പിന്നെ രാത്രിയാണ് കേട്ടോ ഇതെടുത്തത്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു റാക്ക് സെറ്റ്, ഇതിങ്ങനെ ഇവിടെ കുറേ മരുന്നുകളുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കഴിക്കേണ്ട. ഈ പിള്ളേർക്കാണെങ്കിലും ഈ വൈറ്റമിൻസിൻ്റെ അതൊക്കെ സാധിക്കൊക്കെ സ്ഥിരം കൊടുക്കുന്നു കേട്ടോ, അതിൻ്റെ ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ പനി, ചുമ, അതൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഞാൻ വെച്ചേക്കാം. ആ സമയമാകുമ്പം ചെന്ന് ഓടുന്നില്ലല്ലോ, ഓടേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ്, അതുപോലെ വൈറ്റമിൻ അങ്ങനത്തെ ടാബ്ലറ്റ്സൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അതാണ്ട് ഇതാണ്, ഇത് കുറച്ച് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ ഈ ഒരു, ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രേ, അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു മൂടിയെടുത്ത് അതിങ്ങനെ നിരത്തി റൗണ്ട് ചെയ്ത് വെക്കും. ഞാൻ അപ്പം എപ്പോഴും വിചാരിക്കുന്നത് ഇതേ കണക്കത്തൊരു ഷെൽഫ്, ഇതേ കണക്കത്തൊരു കുഞ്ഞൊരു സെറ്റ് മേടിക്കണമെന്ന്. അതായത് ഇത് ഓൺലൈനല്ല, ഓഫ്ലൈനാണ് കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ രാത്രി പൊറോട്ടയും ബീഫ് കറിയും കുറേ കാലം ഇങ്ങനെ കഴിച്ചിട്ട്, പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ കൊട്ടിയത്തൊരു പൊറോട്ടയുടെ ഒരു ഹോൾസെയിൽ കടയുണ്ട് കേട്ടോ, അവിടെ ഒരു പൊറോട്ടയ്ക്ക് 6 രൂപയുള്ളൂ. അന്നേരം കുറേ ആൾക്കാർ എപ്പോഴും വന്ന് മേടിക്കുന്നത് കാണാം. അന്നേരം ഞാൻ ഭയങ്കര കൊച്ചു സൈസായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഒരു മടി കാണിച്ചത്. പക്ഷേ മീഡിയം സൈസ് പൊറോട്ടയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ കല്യാണ ആവശ്യത്തിനും അങ്ങനത്തേക്കാ. നമുക്ക് പുറത്തല്ലാത്തൊരു കടയിൽ 10 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ ചപ്പാത്തി പ്രൊഡക്ഷൻ സെൻ്ററില്ലേ, അതുണ്ട്. ഇനി അടുത്ത പരിപാടി ഗ്രീൻ ടീ ആണ് കേട്ടോ. ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ച പിന്നെ ഗ്രീൻ ടീ. ശരിക്കും ഗ്രീൻ ടീ കുടിക്കുന്നതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമ്മുടെ വണ്ണം കുറയുമെന്ന് പറയും, നമുക്ക് ബെല്ലി ഫാറ്റ് ഒക്കെ കുറയുമെന്ന് പറയും. എനിക്കറിയത്തില്ല, എൻ്റെ കുറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീയിൽ ആ ചവർപ്പ് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലൊക്കെ ലെമണും ഹണിയും കൂടെ മിക്സ് ചെയ്ത ടെട്ലയിലൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി ജസ്റ്റ്. അത് ഒരെണ്ണം വെച്ച് ഡെയിലി കഴിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഭയങ്കര ഒന്ന് റിലാക്സിങ് മൂഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് ഞാൻ തുറന്നു വച്ചേക്കുന്നത്. ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി, തട്ടമുട്ടും പൊട്ടും ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ചെയ്തതിൽ ഉള്ള ഒരു നന്ദി പ്രകടനമാണ് ഇനി എഴുതി വെക്കാനുള്ളത്. എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ഒന്നും എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരുപാട് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇങ്ങനത്തെ ഹാബിറ്റ് ഞാൻ തുടങ്ങുന്നത്. ഞാനിങ്ങനെ തുടങ്ങാനുള്ള റീസൺ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കുറേ ടെൻഷനിലായിരുന്നു. വീണ്ടും മന്ത് എൻഡ് ക്ലോസിംഗ് ഒക്കെ ആയപ്പം അതിൻ്റെ ഇരട്ടി ടെൻഷൻസ് എനിക്ക് വന്നെങ്കിലും മെൻ്റലി ഐ എം പ്രിപ്പയർഡ് ടു മാനേജ് എവറിത്തിങ് എന്ന് പറയും. ഞാനിത് ഹാപ്പി ജേർണലിങ് എഴുതിയ പിന്നെ എനിക്ക് എന്ത് കാര്യങ്ങളും, ഈ വരാനുള്ള കാര്യങ്ങളൊന്നും വഴി തങ്ങാതിരിക്കത്തില്ല. പക്ഷെ അത് എടുക്കാനുള്ള, അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാനുള്ള ഒരു കഴിവില്ലേ, അതായത് നമ്മുടെ ഒരു കഴിവില്ലായ്മ കൊണ്ടാണ് നമ്മുടെ മനസ്സ് റെസ്റ്റ്ലെസ് ആവുന്നത്. ആ ഒരു കഴിവിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും ഹാപ്പി ജേർണലിങ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുന്നത്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ എന്നുള്ളൊരു സിറ്റുവേഷൻ ആക്കി എടുക്കാം. അല്ലാതെ ഇത് എഴുതിയെന്ന് വിചാരിച്ച് നമ്മുടെ ടോട്ടൽ സിറ്റുവേഷൻസ് മാറി ഇല്ല, എന്താ പറയുക, സീരിയലിലും സിനിമയിലൊക്കെ കാണുന്ന കണക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഇനി ഒരുപാട് ഭാരങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രെയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്ത് തന്നെ ഒരു ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കുകയാണ്. ബൈ ബൈ.